ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ലക്ഷദ്വീപിൽ സ്കൂബ ചെയ്തതിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ലാസ്റ്റ് ഡേ വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗുഡ് മോർണിംഗ്. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക, വാട്ടർ ആക്ടിവിറ്റീസ്, മെയിനായിട്ട് സ്കൂബ ചെയ്യാനാണ് എല്ലാവരും വന്നേക്കുന്നത്. 1-2 പേരൊന്നും ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ഒപ്പിട്ട് കൊടുക്കൽ പരിപാടിയൊക്കെ. ഇനി ഇവിടുന്ന് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് പോവുക. ഞാൻ 2 തവണയും ചെയ്തത് കൊണ്ട് ഇത്തവണ സ്കൂബ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കാം. ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളാണല്ലോ. എല്ലാവർക്കും സ്വാഗതം. ഇതെന്തൊക്കെ എഴുതണേ? പേര്, അഡ്രസ്സ്, ഒപ്പ്. എന്തൊക്കെയുണ്ട്? ഹെൽത്ത് ഇഷ്യൂസ് ചോദിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെ എല്ലാവരും ചെറിയൊരു ടെൻഷനോടുകൂടിയാണ് ഇരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര ത്രിൽഡാണ്. കാര്യം ഇത് എല്ലാവരും ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ലക്ഷദ്വീപ് യാത്ര തന്നെ ഫുൾഫിൽ ആവില്ല എന്നുള്ളതാണ്. അത്രയും കോറൽസിനെ കാണാൻ, കടലിൻ്റെ അടിയിലുള്ള ആ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് തോന്നുന്നു വേറെ എവിടെ സ്കൂബ ചെയ്താലും ഇത്രയും ഭംഗി കിട്ടില്ല. അപ്പോൾ എല്ലാം നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം കേട്ടോ. സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോവാണ്. അതെ, ചെയ്യുന്നില്ലല്ലോ. ചെയ്യണ്ട ഉറപ്പല്ലേ? വീഡിയോയിലുണ്ട് കേട്ടോ. ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഉറപ്പല്ലേ? മിനിമം ഷാർക്കെങ്കിലും വേണം. പറ്റുമോ? അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ഈ പരൽമീനൊന്നും വെച്ചിട്ട് എനിക്ക് പറ്റൂല. ഷാർക്ക് തന്നെ വേണം. ഒരു അസിസ്റ്റന്റ് പ്രോഗ്രാം, ഒരു അസിസ്റ്റന്റ് അപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്നത് ഹാൾ ബ്രീത്തിങ് വാച്ച് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, വാച്ച് ഓക്കെ. നമ്മൾ മെയിനായിട്ട് ഇത് ബ്രീത്ത് ചെയ്യുന്നത് വാൽ കൂടിയാണ്. ഓക്കെ, ഇതാണ് ഇത് ബ്രീത്ത് ചെയ്യുന്ന ഉപകരണം, റെഗുലേറ്റർ എന്ന് പറയുന്നതിന്. 2 ഡബ്ബർ കഷ്ണം കണ്ട. നിങ്ങളൊക്കെ സ്നോക്കിൾ ചെയ്ത എല്ലാവരും? എന്നാൽ ഈസി ആയിരിക്കും ഇതെല്ലാവർക്കും. സെയിം ഫുൾ മാസ്കാ. ഓക്കെ, ഇത് 2 ഡബ്ബർ കഷ്ണം കണ്ട. ഇത് എല്ലാ നമ്മുടെ പല്ലിലേക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. അധികം അടിച്ച് പിടിക്കേണ്ട, പല്ല് വേദന ഉണ്ടാകും. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, പിടിക്കുക. ഇത് വച്ച് പിടിച്ചാലോ എയർ വരില്ല. ഇത് ഡിമാൻഡ് വളമാണ്, നമ്മൾ വലിച്ചാലേ വരും. ഓക്കെ, ജ്യൂസ് കുടിക്കില്ലേ അതേപോലെ ഉള്ളിലേക്ക് വലിക്കുക. അതിൽ കൂടെ തന്നെ പുറത്തോട്ട് ഊതി കൊടുക്കുക. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഫുള്ള് ഹാൻഡ് സിഗ്നലാണ്. ഇത് ഓക്കെ സിഗ്നലാണ്. നിങ്ങളുടെ കൂടെ ഉള്ള ഡാം മാസ്റ്റർമാർ ചോദിക്കും, ആർ യു ഓക്കെ? ഇത് ക്വസ്റ്റ്യൻ ആണ്, ആൻസറും ആണ്. ഓക്കെ, ആർ യു ഓക്കെ? ആർ യു ഓക്കെ? അയാളും ഹാൻഡ് സിഗ്നലാണ്. വെള്ളത്തിൻ്റെ അടിയിൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല, ഫുൾ ഹാൻഡ് സിഗ്നലാണ്. അയാൾ ചോദിക്കുക, നിങ്ങൾ ആർ യു ഓക്കെ? നോട്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇത് ഓക്കെ ആണ്, ഇത് നോട്ട് ഓക്കെ ആണ്. ഇത് മുകളിലോട്ട് വരുന്നത്, താഴേക്ക് പോകുന്നത്. ഇത് അപ്പ്, ഇത് ഡൗൺ. പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചാൽ പഠിച്ചു വെച്ചാൽ. ഓക്കെ, ഇത് ഓക്കെ, ഇത് നോട്ട് ഓക്കെ, അപ്പ് ഡൗൺ. ഇനി വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടാകും. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ പ്രഷർ അറിയില്ല നിങ്ങൾ. ഓക്കെ, അതിന് നമ്മളൊരു ചെറിയ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഈക്വലൈസർ എന്ന് പറയും. ജസ്റ്റ് മൂക്ക് പിടിക്കുക, മുന്നേറാക്കി കൊടുക്കുക. അപ്പം മൂക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലെക്സിബിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം, പിടിക്കാം. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ ഇല്ല, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ ഉണ്ടാവല്ലോ, നിങ്ങൾക്ക് ചെവിക്ക് എഫക്റ്റ് ചെയ്യും, പെയിൻ വരും, അല്ല ചെയ്യാതെ പോകാൻ. ഇപ്പം ചെയ്യണം. നിങ്ങൾക്ക് ഓരോ ഡെപ്തിലും അവർ സിഗ്നൽ കാണിക്കും. അപ്പം നിങ്ങൾ ചെയ്യുക, ജസ്റ്റ് മൂക്ക് പിടിക്കുക, മുന്നേറാക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെവി ഓപ്പൺ ആവും. രണ്ടാമത്തെ ടെക്നിക്ക്, മൂക്ക് പിടിക്കുക, മൂക്കിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പോകുന്നത്. വേറൊരു സ്ഥലത്തോട്ട് പോയി അവിടുന്ന് വേറൊരു ബോട്ടിലാണ് ഈ സ്കൂബ ചെയ്യാനുള്ളവരെ എല്ലാവരും കൊണ്ടുപോകുന്നത്. നമ്മൾ സ്കൂബ ചെയ്യുന്നവരെ മാത്രമാണ് ആ ബോട്ടിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും റെഡിയായി ഇവിടുന്ന് പോവുകയാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് അഗത്തി ദ്വീപിലാണ്. നമ്മളുടെ 3 ദിവസത്തെ പരിപാടി, അതായത് ഇന്ന് നമ്മളുടെ 3rd ഡേ ആണ്. ഇന്നാണ് നമ്മൾ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാളെ നമുക്ക് ഇവിടുന്ന് രാവിലെ 11 മണിക്കാണ് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് ഫ്ലൈറ്റ്. ലക്ഷദ്വീപ്
യാത്ര മിക്കതും ആളുകളെല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും 3 night 4 days ആണ്. നമ്മുടെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് അടുത്ത ലക്ഷദ്വീപ് യാത്ര എന്നാണെന്ന്. ഇനി മിക്കതും സെപ്റ്റംബറിലായിരിക്കും. അപ്പോൾ ഡോറയുടെ പ്രയാണം എന്നാണ് എൻ്റെ ട്രാവൽസിൻ്റെ പേര്. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ കൂടെ ഇതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ഭയങ്കര കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ഇനി ഇവിടുന്ന് എല്ലാവരും കൂടെ ആയിട്ട് പോയിട്ട് കുറച്ച് കടലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടാണ് സ്കൂബ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, കാര്യം 2 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തവണ ഞാൻ അതൊന്ന് സ്കിപ്പായി എന്നുള്ളതാണ്. അപ്പം ഇവരെല്ലാവരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. ഇനി പോയി വന്ന വിശേഷങ്ങളൊക്കെ ബാക്കി പറയാം. നമ്മളുടെ ലക്ഷദ്വീപിൽ വന്ന് സ്കൂബ ചെയ്യാൻ പോയ കുറേ ടീം വരുന്നുണ്ട്. എല്ലാം അങ്ങോട്ട് പോയ പോലെ ഒന്നും ആയിരിക്കില്ല ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു തുടങ്ങിയിട്ടായിരിക്കും. വരുന്ന നമ്മുടെ ടീംസ്. നമുക്ക് ചോദിക്കേണ്ട അവരുടെ ഒരു ഫസ്റ്റ് എന്താണ് അവർ പറയാൻ പോണെന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ മതി. സത്യം പറയട്ടെ, വൺസ് ഇൻ എ ലൈഫ് ചെയ്യേണ്ട ഒരു സംഭവം. നന്നായിട്ട് പേടിച്ചിട്ടാണല്ലോ പോയത്. തുടക്കത്തിൽ പേടിച്ചു, പക്ഷെ മനസ്സിലായി വെറുതെ പേടിച്ചു. മറ്റേ പവിഴപ്പറ്റിനൊക്കെ പോയി തൊട്ട് തലോടി നീലമീനൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് ഇതിലേക്ക് കയറി വരാനേ തോന്നിയില്ല. മിനിമം കടലെങ്കിലും വേണം എനിക്ക് നീന്താൻ. ഡ്രൈവറുടെ നമ്പർ മേടിച്ചിട്ട് 4 മണിക്ക് വീണ്ടും പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അത് ചേച്ചി പറഞ്ഞ പോലെ നമ്മള് വൺസ് ഇൻ എ ലൈഫ് ടൈം വി ഹാവ് ടു ട്രൈ. ഓക്കെ, ഫുള്ളായിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടോ? മീൻസ് എന്തൊക്കെ കണ്ടു നിങ്ങള്? എനിക്ക് മുഴുവനായി ഞാൻ ഹാഫേ പോയുള്ളൂ. ഹാഫ് എന്നാലും വെറൈറ്റി ഉള്ളിൽ കുറെ സംഗതികൾ കണ്ടില്ലേ? അതിപ്പോ നമ്മള് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ചിലപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ബ്രോ ഉള്ളില് പഴപ്പുറ്റികൾ കണ്ടു, മീന് കണ്ടു, വെറൈറ്റി മീനുകള്. 24 കൊല്ലായിട്ട് കടലിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് കടലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആസ്വദിച്ചു. അടിപൊളിയായിരുന്നു. വെരി ഗുഡ് എക്സ്പീരിയൻസ്. അടിപൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി മുഖം നമ്മള് മുക്കി കഴിഞ്ഞാൽ പിന്നെ വിധം മാറി. പിന്നെ സൂപ്പറാണ്. ബ്രീത്തിങ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും വിചാരിച്ചു ഇറങ്ങി പോട്ടെ, ഇറങ്ങി വരാം. എവിടേക്ക് പോണെങ്കിൽ പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ, തിരിച്ചു വരാം. ആളുള്ളതില് പോയി കുഴപ്പമില്ലാണ്ട് കുറച്ചു നേരം ഒരു വന്നിരുന്നു. പക്ഷെ ആയിട്ട് എല്ലാം കണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നില്ലേ? നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ പരിചയപ്പെട്ടു. വെള്ളത്തിന്റെ അടിയില് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പൂവാൻ നമ്മളിങ്ങനെ ഒഴുകി കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. സാന്ദ്ര, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി. കുഴപ്പമില്ല. എന്തെങ്കിലും പിടിക്കാൻ പറ്റിയോ? മീൻസ് തൊട്ടോ? ഫ്ലോർ സീ ബെഡ് ഇങ്ങനെ മണ്ണൊക്കെ പിടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ചെയ്തു. ഹാപ്പി അല്ലേ? അപ്പൊ നീ മാമുണ്ടാൻ പോയാലോ?
സ്കൂബയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ടയേർഡാവും. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്, നല്ല വിശപ്പും ഉണ്ട്. അപ്പം നമുക്ക് നല്ല ഭക്ഷണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നോമ്പ് സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കുന്ന 2 ലേഡീസ് അവരാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല, ഉപ്പൊക്കെ നിങ്ങൾ നോക്കണമെന്ന്. നമ്മളൊക്കെ ഉപ്പൊക്കെ നോക്കി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് അതായത് നമ്മൾ കപ്പൽ വരുമ്പോൾ റിസീവ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ അപ്പം സാധാരണ നമ്മൾ ഷിപ്പിൻ്റെ പാക്കേജ് ചെയ്യുന്നില്ല, നോർമൽ ഷിപ്പിൽ വരുന്നവരും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ്. ഇതിന് ഓരോ ദ്വീപിനും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും ഓരോ ഇത് ഈസ്റ്റ് ചെട്ടി വെസ്റ്റ് ചെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ പേരുകളുണ്ട് കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഗ്യാങ് അവരിവിടുന്ന് വണ്ടി 2 വീലറിന് റെൻറ്റിനെടുത്തിട്ട് അവരങ്ങനെയും കറങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഡബിൾ സന്തോഷമാണ്. കാര്യം ഒരു ട്രിപ്പിൽ നമ്മൾ പാക്കേജിൽ പകൽ സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ രാത്രിയും ഇവിടെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് സമയമായതുകൊണ്ട് രാത്രിയും പകൽ പോലെയാണ് എല്ലാ ആളുകളും ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ റെൻറ്റിനെടുത്ത് വണ്ടി കൊണ്ട് പോകുമ്പോൾ എല്ലായിടത്തും ആളുകളെ കാണാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു വേറെ ഫീലായിരുന്നു. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സിമം നമ്മുടെ കൂടെയുള്ള ആളുകളെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അത്രയും അവർ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. രാവും പകലും അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ, പകൽ നമ്മളുടേതായിട്ടുള്ള ഐറ്റിനറിയിൽ പറഞ്ഞിട്ടുള്ള സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും, അത് കഴിഞ്ഞ് രാത്രി നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് ലഗൂൺ ബീച്ചിലാണ് കേട്ടോ. അവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ കാണാം, ഐ ലവ് അഗത്തി. ഇപ്പോൾ സമയം 5 മണിയാണ്, പക്ഷെ എന്നാലും ഇതുവരെയും വെയിൽ ആറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ അടുത്ത് മാറി അവർ സ്പീഡ് ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-8 പേര് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിപ്പോയി. അപ്പം അവരുടെ ആ വിഷ്വലൊക്കെ കണ്ട് അവർ നേരെ പിന്നെ നമ്മൾ ഈ പോകുന്ന ദ്വീപിലേക്ക് അവർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരിക്കും സൺസെറ്റ് ഓരോ സമയത്തും ഓരോ ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കടലാണ് കാണുന്നത്. നമുക്ക് സൺറൈസും സൺസെറ്റും കാണാനായിട്ട് പ്രത്യേകിച്ച് വേറൊരു സ്ഥലം തപ്പിപ്പോകുന്നു വേണ്ട. നമ്മളിപ്പോൾ ഈവനിങ് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങാണ് കേട്ടോ. പിന്നെ സുലഭമായിട്ട് കിട്ടുന്നത് മീനും. ഇപ്പം ഈ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഹൽവ എന്നാണ് ഇവർ പറയുന്നത്. നമുക്കത് ഹൽവയായിട്ടൊന്നും തോന്നില്ല, ഞാനിതിനെ ഉണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്ത് അതിങ്ങനെ എണ്ണൊക്കെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കണതാ? എന്താ പേര്? പേജ് ഉണ്ടോ ഇൻസ്റ്റയില്? പിന്നല്ലാതെ. എന്താ? വേണ്ട വേണ്ടേ. ഇതെന്താ പറയുക, ലക്ഷദ്വീപിൻ്റെ ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ആൾക്ക് ഭയങ്കര നാണം. ഇവിടെയുള്ള എല്ലാ ലേഡീസും ഇങ്ങനെയാട്ടോ. അവർക്ക് ഇങ്ങനെ അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് എല്ലാവരും. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മേടിക്കുക എന്ന് പറയുന്ന സംഗതികളൊന്നുമില്ല. ഇത് ഡപ്പാങ്കൂത്ത് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ഡാൻസും പാട്ടും എല്ലാവരുടെ റിവ്യൂ പറച്ചിലും ഒക്കെ ആയിട്ട് ഇപ്പം സമയം 11 മണിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുറുനരിയാണ്, ഡോറയുടെ പ്രയാണത്തിൽ കുറുനരി. ഭയങ്കര എനർജറ്റിക് ടീമായിരുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു, നന്നായിട്ട് ഫീഡ്ബാക്ക് എനിക്ക് തന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇത് രാവിലെ 6:30 സമയമാണ്. അപ്പം ഈ ഒരു സൺറൈസ് കാണാനായിട്ട് നമ്മൾ റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് നിന്ന് കാണുവാണ്. ഇനിയിപ്പോൾ പോകേണ്ട സമയമായി, 11 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. നമ്മളുടെ യാത്ര 4 ദിവസത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് ഞങ്ങളുടെ 3 വണ്ടികളും വന്നിട്ടുണ്ട്. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു 4 ദിവസം എന്നുള്ളത്. അടിപൊളി അടിപൊളി. റിപ്പീറ്റ് അടിക്കാൻ തോന്നുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അതാ പോവാൻ തോന്നുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. വീട്ടിലേക്കല്ല, തിരിച്ചിങ്ങോട്ട് വീണ്ടും വരാൻ തോന്നുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ വീണ്ടും വരും. തിരിച്ചു വരും. ഞാനും വരും. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ല പോണ കാരണോ? സൂപ്പർ. എന്താ ഇങ്ങനെ ഒരു വിഷമുണ്ടല്ലോ? അടിപൊളി. സത്യം പറഞ്ഞാൽ പോണെന്നില്ല, പക്ഷെ വീട്ടിലെ ആളേക്കാനും അങ്ങോട്ട് പോകണം.
അപ്പം അങ്ങനെ നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്ക് പോവാണ്. വളരെ പെട്ടെന്ന് ദിവസങ്ങൾ ഓടിപ്പോയി എന്നുള്ളതാണ്. 3 night 4 days ആയിരുന്നു നമ്മളുടെ പാക്കേജ്. അപ്പം എല്ലാവരും ഒരുപാട് നല്ല സന്തോഷമുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സമ്മാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത യാത്രയിൽ കാണാം.